ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നും നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി ബോറായിയോ? എന്നാൽ നമുക്കിന്ന് അത് എങ്ങനെയാണ് ഒരു വ്യത്യസ്തമായിട്ട് അതിനുള്ള മസാലയും ചപ്പാത്തി മാവ് കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല. നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനും ഓഫീസുകളിലൊക്കെ നമുക്ക് കൊണ്ടുപോകാനും വേഗത്തിൽ തന്നെ തയ്യാറാക്കി നമുക്ക് എടുക്കാൻ പറ്റിയതാണ്. ഇതേപോലെ പുതിയ റെസിപ്പികൾ കാണുവാനായി ഈ ചാനലിൽ പുതിയതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ തന്നെ ഇതേമാതിരി കുഴച്ചെടുക്കണം. ഇനി നമ്മൾ ഇത് ഓരോ ഉരുളകളാക്കിയിട്ട് നമ്മൾക്ക് ഇത് പരത്തിയെടുക്കണം. നമ്മൾ പരത്തിയെടുക്കുന്ന കോലിൽ ലേശം ഓയിലോ എന്തെങ്കിലും പുരട്ടിയാലും അല്ലെങ്കിൽ ലേശം പൊടിയോ എന്തെങ്കിലും ഇട്ടാലും മതിയാവും. ഇതേമാതിരി നമുക്ക് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം. അധികം കനവും വേണ്ട, അധികം കട്ടിയും വേണ്ട. ഇനി ഇതേമാതിരി നല്ല പോലെ പരത്തിയെടുക്കാം. ഈ സൈഡുകൾ നമുക്കൊരു കത്തി കൊണ്ട് ഇതേമാതിരി മുറിച്ച് മാറ്റി വയ്ക്കാം. ഇതേമാതിരി മുറിച്ച് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതേമാതിരി കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ എന്നിട്ട് രണ്ടായിട്ട് പിന്നെയും കട്ട് ചെയ്യാം. എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതേമാതിരി ഓരോ പീസ് നമ്മൾ എടുക്കുകയാണ്. ഇതേമാതിരി മടക്കി കൊടുക്കുക. രണ്ട് തല നമുക്ക് ഇതേമാതിരി ഒന്ന് പിടിച്ച് ഒന്ന് ലേശം ഒന്ന് വലിച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. ഇത് കുട്ടികളൊക്കെ കാണുമ്പോൾ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. ഇതേമാതിരി രണ്ട് തല നമ്മളിതൊന്ന് വലിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പായി കിട്ടും. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്കിതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം. പല മോഡലിൽ നമുക്ക് ഉണ്ടാക്കാം. ഇത് ഒരു പാസ്ത സ്റ്റൈലിൽ നമുക്ക് ഇതേമാതിരി പിരിച്ച് ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കാം. മറ്റുള്ളതും ഇതേപോലെ തന്നെ മുറിച്ച് നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേമാതിരി എടുക്കാം. ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതേമാതിരി ഓരോന്ന് എല്ലാനും നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കുകയാണ്. ഇതിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം ഒന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് നിൽക്കാം. അത് കഴിഞ്ഞ് ഒരു ടീസ്പൂൺ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓരോന്നായിട്ട് അതിൽ പറക്കിയിട്ട് നല്ല പോലെ ഒന്ന് 2 മിനിറ്റ് നേരം തിളയ്ക്കുന്നവരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഒരു വേവാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അരിപ്പ കയ്യിലുകൊണ്ട് ഒന്ന് ഇതേമാതിരി മറിച്ചിട്ട് കൊടുക്കാം. ഇതേമാതിരി ഇളക്കി ഒരുവിധം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇനി കോരിയെടുക്കാം. ഇതേ പരുവത്തിലാവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. കോരി വെള്ളം മാറ്റി വയ്ക്കാം. ഇതേമാതിരി നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് അധികം ഓയിലിൻ്റെ ആവശ്യമില്ല. പൂരിയൊക്കെ ആവുമ്പോൾ നമുക്ക് വറക്കുമ്പോൾ ഒരുപാട് എണ്ണ ആവശ്യമാണ്. ഇതേമാതിരി എല്ലാവരും നമുക്ക് കോരി പാത്രത്തിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ റെഡിയാക്കാം. ഇനി നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ചു. ഇനി 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഒന്ന് ചതച്ച ജീരകമാണ്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് ഇഞ്ചിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ ബാക്കി മസാല ഇടാം. ഒരുവിധം ഇത് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനൊരു വലിയ സബോളയാണ് നീളത്തിൽ കട്ട് ചെയ്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല കനം കുറച്ച് നമ്മൾ അരിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം പൊരിഞ്ഞ് കിട്ടും. അങ്ങനെ ഒരുവിധം ചുവന്ന് വന്നിട്ടുണ്ട് നമ്മുടെ സബോള.
ഇനി വന്നിട്ട് ചതച്ച മുളകാണ്, ഞാനൊരു 1/2 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി 1/2 ടീസ്പൂണ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചുവന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേമാതിരി ഇളക്കി കൊടുക്കുക. ഇനി 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചതാണ്, ചെറുതായി കട്ട് ചെയ്തതാണ്. അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യാനുസരണം നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. നമ്മുടെ തക്കാളി ഒന്ന് വാടി വരുന്നത് വരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേമാതിരി ഇളക്കി ഒരു 2 മിനിറ്റ് നേരം നമുക്ക് അടപ്പ് വെച്ച് ഈ തക്കാളി ഒന്ന് വെന്തുടയുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ തക്കാളി എല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓരോ മസാലകൾ ചേർക്കാം. ഗരം മസാലപ്പൊടിയാണ് 1 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ച ഗ്രീൻ പീസ് കിട്ടിയില്ലെങ്കിൽ തലേദിവസം കുറച്ച് ഗ്രീൻ പീസ് കുതിർത്തി വെച്ചാൽ മതിയാവും. 1 ക്യാപ്സിക്കം മുളകാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. 2-3 പച്ചമുളക് ഇതിലേക്ക് നമുക്ക് ചേർത്തി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ മസാലകളും ഒന്ന് പിടിക്കുന്നത് വരെ നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേമാതിരി ഒന്ന് വാടുന്നത് വരെ നമുക്ക് ഒന്ന് ഇതേമാതിരി ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ കുതിർത്തി വെച്ചിരുന്ന കശുവണ്ടിയാണ്, അത് നമുക്ക് ആവശ്യം പോലെ ചേർക്കാവുന്നതാണ്. ഞാനൊരു 5-8 കശുവണ്ടി എടുത്ത് കുതിർത്തി പൊളിച്ചിട്ടതാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഓരോന്ന് നമ്മൾ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും. പിന്നെ എല്ലാ പച്ചക്കറികളും കൂടി ചേർന്ന് വരുമ്പോൾ വളരെ നല്ലതാണ്. ഈ വെള്ളം ഞാൻ നമ്മുടെ ചപ്പാത്തിയുടെ ഇത് പരത്തിയത് വേവിച്ച വെള്ളമാണ്. ആ വെള്ളം നമ്മളൊരു 1/2 കപ്പ് ഒഴിച്ച് ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് നേരം അടപ്പ് വെച്ച് ഇത് വേവിച്ചെടുക്കണം. നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് വെച്ച് വേവിക്കാം. ഇനി വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് 5 മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അടപ്പ് തുറന്ന് എടുക്കാം. ഇത് വളരെ എളുപ്പമായിട്ട് നമുക്കുണ്ടാക്കാം. പച്ചക്കറികളും കൂടി ചേർന്ന് വരുമ്പോൾ നമുക്ക് ആരോഗ്യത്തിനും നല്ലതാണ്. അങ്ങനെ നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്തു, 5 മിനിറ്റ് നേരം വെന്തു. എല്ലാ മസാലകളൊക്കെ ചേർന്ന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതേമാതിരി തുറന്ന് നമുക്ക് ഒന്ന് ഇളക്കി നല്ല പോലെ കൊടുക്കാം. ഇനി നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ പുഴുങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ ചപ്പാത്തിയുടെ മാവ് കൊണ്ടുണ്ടാക്കിയത് നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ചെറിയ ചാറോടുകൂടി നമുക്ക് എടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. നല്ല പോലെ മിക്സാക്കി നമ്മുടെ ഈ പച്ചക്കറികൾ മസാലകളെല്ലാം ചേർന്ന് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ, നല്ല കാണാനും നല്ലൊരു ഭംഗിയും അതേപോലെ തന്നെ കഴിക്കുവാനും നല്ല ടേസ്റ്റായിരിക്കും. ലഞ്ച് ബോക്സൊക്കെ കുട്ടികൾ കൊണ്ടുപോകുമ്പോൾ മറ്റുള്ളവരും ചോദിക്കും ഇതെന്താണ് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നമ്മുടെ അങ്ങനെ റെസിപ്പി തയ്യാറായി. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില നമ്മളിട്ട് കൊടുക്കുന്നത് നമുക്ക് കറികൾക്കൊക്കെ മല്ലിയില വളരെ നമുക്ക് ആരോഗ്യത്തിനും മല്ലിയില നല്ലതാണ്. ഇനി ഒന്നും കൂടി നമുക്ക് 2 മിനിറ്റ് നേരം അടച്ച് വെച്ചാൽ അത് നമ്മുടെ ചപ്പാത്തിയുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൽ നല്ലോണം മസാല എല്ലാം കയറി നല്ല ടേസ്റ്റായിരിക്കും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് തലേദിവസം ആയാലും നമുക്ക് പിറ്റേ ദിവസം ഇതേ മസാല ഉണ്ടാക്കി നമ്മളിതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കേടൊന്നും വരില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതേമാതിരി ഉണ്ടാക്കി നമ്മൾ വെച്ചാലും മതി. ഇതേമാതിരി റെസിപ്പി നമ്മുടെ തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റുകളും അതേപോലെ തന്നെ ലഞ്ച് റെസിപ്പികളും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതേമാതിരി എല്ലാവരും നിങ്ങൾ വീടുകളിൽ ഇതുണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.